അൽഹംദുലില്ലാ. ഹസന സിയാറ സംഘം നിലവിലുള്ളത് നാഗൂരിൽ നിന്നും പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിൽ ഇന്ന് സോളിയാർകുടി, അതുപോലെ തന്നെ മുത്തുപ്പേട്ട, അതുപോലെ തന്നെ ഈച്ചപ്പട്ടണം, അതായത് കോട്ടയപ്പട്ടണം, അങ്ങനെ തുടങ്ങി മാക്സിമം കഴിയാവുന്ന മക്ബറകളെല്ലാം സിയാറത്ത് എടുത്തുകൊണ്ട് നേരെ ഇന്ന് വൈകുന്നേരം ഏർവാടിയിലേക്ക് എത്തണം. അതിൻ്റെ ഒരു യാത്രയുടെ തുടക്കത്തിനായപ്പോൾ ഞങ്ങളുള്ളത് നാഗൂരിൽ നിന്ന് പോന്നു. അങ്ങനെ സിയാറെല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അങ്ങനെ ഇവിടുത്തെ മഹാന്റെ ദർബാറിൽ സിയാറെല്ലാം കഴിഞ്ഞു. കാര്യമായ ചരിത്രങ്ങളൊന്നും എവിടെയും രേഖപ്പെടുത്തിയതായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിശദമായ ചരിത്രങ്ങൾ പറയേണ്ട സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ മുത്തുപ്പേട്ടയിലെത്തി. മുത്തുപ്പേട്ട എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പയുടെ ദർബാറാണ് ഇതിന് പിന്നാമ്പുറത്തുള്ളത്. ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ വലിയ മഹാപണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല ഒരുപാട് കറാമത്തുകളുടെ നിറകുടം കൂടെയായിരുന്നു ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ. മുത്തുപ്പേട്ട എന്നുള്ള പേര് ഇതിന് വരാൻ തന്നെ കാരണം ചിലയിടങ്ങളിൽ കാണാം അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്നോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എന്നൊക്കെ പറയുന്നു. അവരുടെ കാലത്ത് ജീവിച്ചിരുന്നൊരു വലിയ മഹാനായിരുന്നു അത്രേ. ആ കാലത്ത് അവരൊക്കെ ഇങ്ങോട്ട് മുത്തുകൾ വാങ്ങാൻ വന്നിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ ചിലയിടത്ത് രേഖപ്പെടുത്തിയതായി കാണാം. എന്തായാലും മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ സ്വപ്ന ചികിത്സ ഇന്നും അവിടെ നടക്കുന്ന വലിയ ഒരു ഡോക്ടറാണ്. ഡോക്ടർ ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ എന്നും വേണമെങ്കിൽ പറയാം. ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പയുടെ അടുത്ത് നമ്മുടെ തന്നെ നാട്ടുകാരനായ ഒരു മുത്തഅല്ലിമിന് കാര്യമായ വയറുവേദന സംഭവിച്ചപ്പോൾ ആലുവായി അബൂബക്കർ മുസ്ലിയാർ വരെ പ്രശംസിച്ച മഞ്ചേരി കൊരമ്പയിലുണ്ടായിരുന്ന കരീം ഡോക്ടർ, നിങ്ങൾ ഡോക്ടറാണെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഡോക്ടർ വരെ കൈയൊഴിഞ്ഞു ഒരു മുത്തഅല്ലിമിൻ്റെ വയറുവേദനക്ക്. അങ്ങനെ അവരെല്ലാവരും കൈയൊഴിഞ്ഞ ആ സംഭവം. അങ്ങനെ ദാവൂദ് ഹക്കീം തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്ക് ആ മുത്തഅല്ലിമിനോട് അവരുടെ ഉസ്താദ് ഫാത്തിഹ ഓതിക്കൊണ്ടേയിരിക്കാൻ പറഞ്ഞു. മുത്തഅല്ലിം ഫാത്തിഹകൾ അധികരിപ്പിച്ചു, പതിവാക്കി. ഒരു ദിവസം ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മുത്തുപ്പേട്ടയിൽ പോയി സിയാറത്ത് ചെയ്ത് പോരീന്ന്. അങ്ങനെ ഇവിടെ വന്നതായിരുന്നു. വന്ന അന്ന് രാത്രി ആ മുത്തഅല്ലിം ഇവിടെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ ആ മുത്തഅല്ലിമിനെ വയറിനകത്തുകൂടെ എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ വയറിനകത്ത് കേട്ടു. അങ്ങനെ രാത്രി ഈ മുത്തഅല്ലിമിന് സ്വപ്നത്തിലൂടെ വന്ന് മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഇങ്ങളെ വയറത്തിൽ കാര്യമായ കുഴപ്പമൊന്നുമില്ല, കുടലിന് ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്യാരറ്റ് ഹാഫ് വേവിൽ തിളപ്പിച്ച് നിങ്ങൾ കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ആ മുത്തഅല്ലിം അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അന്ന് മുതൽ പിന്നീട് ആ മുത്തഅല്ലിമിന് ആ വയറുവേദന ഉണ്ടായിട്ടില്ല. ഇത് ഇന്നും ഹയാത്തിലുള്ളൊരു മുത്തഅല്ലിമിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ദാവൂദുൽ ഹക്കീം തങ്ങളുപ്പാപ്പ വലിയ കറാമത്തുകളുടെ നിറകുടമാണ്. ഇപ്പോഴും ഇവിടെ ചികിത്സകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ചരിത്രങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ പറഞ്ഞു. വേഗം ഞങ്ങൾ ദർബാറിലേക്ക് കയറി. അവിടുന്ന് സംതൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി മദ്ഹുകളെല്ലാം പാടി ദുആ ചെയ്തു. വളരെ റാഹത്തായി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇനി നേരെ അടുത്ത ദർബാറിലേക്കാണ് ഇനി പോവാനുള്ളത്. സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മുത്തുപ്പേട്ട
മുത്തുപ്പേട്ടയിൽ നിന്ന് സിയാറകളെല്ലാം കഴിഞ്ഞു പോയപ്പോഴേക്കും സമയം ഒത്തിരി വൈകിയിരുന്നു. ഏതായാലും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ സമ്മതം ചോദിച്ചു. ഉച്ച ഭക്ഷണം കഴിക്കുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ രംഗങ്ങളൊക്കെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇതുപോലെയുള്ള യാത്രകളിൽ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം പോകുന്ന വഴി നമ്മുടെ പണ്ടാരി നമ്മൾ ദർബാറിൽ സിയാറൊക്കെ കയറുമ്പോൾ അവരുടെ ജോലി ഭക്ഷണം ഉണ്ടാക്കലാണ്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറ് ചിക്കൻ കറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഉച്ചഭക്ഷണം എല്ലാവരും കഴിക്കുന്ന മനോഹരമായ രംഗമൊന്ന് കണ്ടു നോക്കൂ പ്രിയമുള്ളവരെ. കണ്ടില്ലേ, നല്ല പച്ച പരവതാനിയാണ് ഇവിടെയുള്ള രംഗങ്ങളെല്ലാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. കാവനൂരിൽ ജൈത്രയാത്ര തുടരുമീ ഹസന ഹോളിഡേയ്സ് സിയാറത്ത് ആൻഡ് ടൂർ സർവീസ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റാവുത്തർ സാഹിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാന്റെ ഒരു ദർബാറിലാണ്. ഇത് കോട്ടൈപ്പട്ടണം എന്നും ഈച്ചപ്പട്ടണം എന്നൊക്കെ അറിയപ്പെടും. ഈച്ചപ്പട്ടണം എന്നറിയപ്പെടാൻ കാരണം അകത്ത് കയറുമ്പോൾ നോക്കിയാൽ കാണാൻ ഒരുപാട് ഈച്ചകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈച്ചപ്പട്ടണം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഈച്ച എന്നുള്ള അറിയില്ല. ഏതായാലും ഈ റാവുത്തർ സാഹിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുഞ്ഞായിരിക്കുമ്പോൾ മഹാനവറുകളുടെ ഉപ്പ ഒരു യുദ്ധത്തിന് പോവാണ്. അവർ മധുരയിലായിരുന്നു അവരുടെ ജീവിതം തുടക്കം മുതലേ ഉണ്ടായിരുന്നത്. അങ്ങനെ മധുരയിൽ ഉപ്പ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു തുണിക്കച്ചവടക്കാരനക്ക് മകനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധത്തിന് പോയി തിരിച്ചു വരാം എന്നൊക്കെ ഏൽപ്പിച്ചു പോയി. ഇവർക്ക് നിലവിൽ മക്കളില്ല. ആർക്ക്? ഈ തുണിക്കച്ചവടക്കാരനക്ക്. അങ്ങനെ ഈ യുദ്ധത്തിന് പോയ ഉപ്പ ആ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ ഷഹീദായി തിരിച്ചു വന്നില്ല എന്ന് മാത്രമല്ല, അതോടെ ഈ തുണിക്കച്ചവടക്കാരായ ഈ സഹോദരൻ എന്തായി? അവർക്ക് മക്കളില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദർബാറിൽ കിടക്കുന്ന റാവുത്തർ സാഹിബ് റളിയല്ലാഹു അൻഹു മഹാൻ അവരുടെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തി, ഒരു മകനെ പോലെ വളർത്തി വലുതാക്കി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മോൻക്ക് സൂഫികളുമായുള്ള വല്ലാത്തൊരു മഹബത്ത് കാരണം വളർത്തു ഉമ്മയോടും ഉപ്പയോടും സമ്മതം ചോദിച്ചുകൊണ്ട് അവർ നേരെ സൂഫികളുടെ ലോകത്തേക്ക് യാത്രയായി. അതായത് സൂഫികളെ തേടി യാത്രയായി എന്നർത്ഥം. അങ്ങനെ ഒരുപാട് സൂഫികളുമായി വലിയ ബന്ധം സ്ഥാപിച്ചു. പിന്നീട് തിരിച്ച് ഒരിക്കൽ വളർത്തുപ്പയെയും ഉമ്മയെയും കാണാൻ വേണ്ടി വരികയാണ്. മധുരയിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ ഉപ്പയും ഉമ്മയും കാണാനില്ല. ഒരുപാട് അന്വേഷിച്ചു, കാണാനില്ല. വല്ലാത്ത വിഷമത്തിലായി. നിലവിലുള്ള ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു ചെറുപ്പത്തിൽ. പിന്നീട് വളർത്തുപ്പയും ഉമ്മയും കാണാനില്ല. വല്ലാത്ത വിഷമത്തിലായി. അങ്ങനെ മഹാനവറുകൾ മധുരയിൽ നിന്ന് എത്തിയ സ്ഥലമാണ് ഈ കാണുന്ന ഈച്ചപ്പട്ടണം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക്. ഇവിടെ വന്ന് മഹാനവറുകൾ എന്തായി ഒരു ബിസിനസ് തുടങ്ങുകയുണ്ടായി. എന്തായിരുന്നു ബിസിനസ്? ഉണക്കൽ മീൻ കച്ചവടം ഇവിടെ നടത്താൻ വേണ്ടി നല്ല അടിപൊളി ഷെഡെല്ലാം കിട്ടി. താമസവും ഇവിടെ തന്നെയായിരുന്നു. ഉണക്കൽ മീനിന്റെ ബിസിനസ്സും ഇവിടെയായിരുന്നു. അങ്ങനെ കച്ചവടത്തിൽ വളരെയധികം കണിശതയോടെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു അന്ന് കാലത്ത് ഈ നാട്ടിലെ ഒരു പ്രമുഖനായ വ്യക്തിയാവുന്ന ലബ്ബ എന്ന് പറയുന്ന വ്യക്തിയുടെ 2 മക്കളുണ്ട്. അതിൽ വലിയ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു, എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം അറിയിച്ചു. ഈ ലബ്ബ എന്നുള്ളവര് ഉടനെ കൊടുത്ത മറുപടി, ഇദ്ദേഹത്തിന്റെ സ്ഥാനമൊന്നും അറിയില്ല, വലിയ സൂഫിയായിട്ടുണ്ട് നിലവില്, എന്നിട്ടും കച്ചവടം ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനമൊന്നും മനസ്സിലാക്കാതെ ഈ ലബ്ബ എന്നുള്ളവർ പറഞ്ഞു, എന്റെ മക്കളെ ഈ കടപ്പുറത്ത് ഒരു ഉണക്കൽ മീൻ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് കെട്ടിക്കാന്ന് അദ്ദേഹത്തിന് ചോദിക്കാനൊരു നാണം തോന്നിയില്ലല്ലോ. നമ്മൾ പറയില്ലേ, അവൻ ചോദിച്ചൊക്കെ ഒരു മാച്ചായി ചോദിക്കേണ്ടവരില്ലേ. അങ്ങനെ അത്രയധികം വളരെയധികം മോശമായ രീതിയിൽ മഹാനായ റാവുത്തർ സാഹിബ് തങ്ങൾ പാപ്പയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ നവർമേന് തിരിച്ചു പറഞ്ഞയച്ചു. ഇത് റാവുത്തർ സാഹിബ് തങ്ങൾ പാപ്പ സ്വാഭാവിക വിഷമമുണ്ടാവുമല്ലോ. അള്ളാന്റെ ഔലിയാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അവരെ വേദനിപ്പിക്കും. അള്ളാന്റെ ഔലിയാക്കളെ നിസ്സാരവൽക്കരിച്ചാൽ അള്ളാഹ് അവരെ നിസ്സാരവൽക്കരിക്കും. ഈ ലബ്ബയുടെ വലിയ മകളെ അധികം വൈകിയില്ല, പാമ്പ് കൊത്തി ആ പെണ്ണ് മരണപ്പെടുകയുണ്ടായി. ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അങ്ങനെ ഈ ലബ്ബക്കുണ്ടായി രണ്ടാമത്തെ മകളായിരുന്നു. ആ രണ്ടാമത്തെ മകൾക്ക് വീണ്ടും വാദം സംഭവിച്ചു. ആ പെണ്ണ് കിടപ്പിലായ സമയത്ത് മനസ്സിലായി ലബ്ബക്ക്
ഞാൻ എന്തായി ആ വ്യക്തിനോട് ചോദിച്ചില്ലേ അദ്ദേഹത്തെ ധിക്കരിച്ചതിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗം തിരിച്ചു വന്നു. രണ്ടാമത്തെ മകളെ നിങ്ങൾ തന്നെ എന്താ വിവാഹം കഴിക്കണം, എന്റെ സംഭവിച്ചു പോയി, പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ യാചിച്ചു. അങ്ങനെ ക്ഷമ കൊടുത്തു. രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു മഹാനവറുകൾ. ആ രണ്ടാമത്തെ മകൾ വിവാഹം കഴിച്ചാൽ പിന്നീട് 2 മക്കളുണ്ടായി. ഇങ്ങനെ ചരിത്രം അങ്ങനെ പോകട്ടെ. അപ്പോ ആ മഹാനവറുകളുടെ ദർബാറാണ് ഈ കാണുന്ന മഹാനായ റാവുത്തർ സാഹിബ് തങ്ങൾ ഉപ്പാപ്പയുടെ ദർബാർ. ഞാൻ പറഞ്ഞുകൊണ്ടത് വലിയ വിലായത്തിന്റെ പദവിയുള്ള ഒരു മഹാനായിരുന്നു. മഹാനവറുകൾ ഇവിടെ ഉണക്കൽമീൻ കച്ചവടം ചെയ്തിരുന്നു എന്ന് മാത്രം ട്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദർബാർ നമ്മൾ സിയാറത്ത് ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ സ്വാലിഹായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. താജ്മഹൽ കാണുവാനിനി തിടുക്കമോ, മഞ്ഞ് മൂടും താഴ്വരകൾ താണ്ടി ഉലകിലെ സുബർഗം, കാശ്മീർ പോകുവാനൊരുക്കമോ നിങ്ങൾ, കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ, കടല് കടന്നക്കരയാ ലക്ഷദ്വീപ് പോയി നല്ല മുഞ്ചി തീർത്ത സംസ്കാരം കാണണോ നിങ്ങൾ, ഉദകമണ്ഡലം ഊട്ടി മൈസൂരും താണ്ടി നല്ല വിസ്മയങ്ങൾ കാണും യാത്ര പോകാം നമ്മൾ, വാതിലുള്ള കാഴ്ച കലയലക്ക് കാലമേകി നിത്യം ആഗ്രഹങ്ങൾ പൂത്തു കണ്ട് സ്വപ്നമോ പുലർന്നുകൊണ്ട് ഭൂമി സ്വർഗമാക്കണം ഇനിയുള്ള കാലമിൽ, നാദരേഖണം നമുക്ക് പത്തരമാറ്റ് തൗഫീഖ് വേഗമൊരുങ്ങാം നമുക്ക് ഇന്ന് തന്നെയായി. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്. അസ്സലാമു അലൈക്കും. ഹസന മക്കൾ ഉയരുകയായി, സംഗമായി വളരുകയായി, സത്യദൈനിൻ പളരുകയായി, സാധ്യമാനം നിറയുകയായി. സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി ഒത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുറകളിലുള്ള ആരും പിൻഗാമികൾ ആരും ഈ ഒരു വലിപ്പുണ്ടാവില്ല. ഇവരെ 60 അടി ഉപ്പാപ്പ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ ചരിത്രങ്ങൾ എവിടെയും കാര്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ഇങ്ങോട്ടേക്ക് ഇവിടെ എഴുതിച്ച് സയ്യിദ് മുഹമ്മദ് വലിയുള്ള ഇത്രേ ഉള്ളൂ. ഇവരെ എഴുതി എന്തിനറിയാം, ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവണം. ആ എഴുതിയവർക്ക് വരെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം എഴുതിയതാണ്, അവർക്ക് ഒരു ഹിസ്റ്റോറിക്കലായിക്കൊണ്ട് ഒരു പ്രബലമായത് എന്തെങ്കിലും നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം, അങ്ങനല്ല. പ്രബലമായ ഒന്നും തന്നെ വ്യക്തമായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവർ വരെ എന്ത് ചെയ്യുന്നത് അവിടെ നിന്നും എഴുതിപ്പെട്ട കാണപ്പെടാത്ത കേട്ടോ. അപ്പോൾ ചരിത്രം ഇല്ല എന്നുള്ളത് ഒരു മഹാന്റെ പദവി ഇല്ല എന്നുള്ള അർത്ഥമല്ല. ചരിത്രം നമുക്കാർക്കും പൂർവികർ രേഖപ്പെടുത്തി കാണിച്ചെന്നില്ല. പക്ഷേ ഇവരൊക്കെ ഈ ഒരു ഇത്ര വലിയ 60 അടി ഉപ്പാപ്പാണ് ഒരു മനുഷ്യ, ഒരു വലിയൊരു വലിയൻ്റെ വലുപ്പ. നിങ്ങൾ ഇവരിൽ നിന്ന് എത്ര ഉയരത്തേക്കുണ്ടാവും? നമ്മളിതിൻ്റെ ചെറിയ ഭാഗം ഉണ്ടാവുള്ളൂ. ഞാൻ മറ്റേ ഉമ്മ ചോദിച്ച പോലെ ഇത് ഒരാളാണോ രണ്ടാണോ ചോദിച്ച്. അപ്പോൾ വലിയൊരു മഹാന്റെ ദർബാറിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഏർവാടിയിലേക്ക് ഏകദേശം ഞങ്ങൾ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മഹാനെയും ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇവിടെ എല്ലാം സിയാറകളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി. ദർബാറിൽ നിന്നും ലഭിച്ച പഞ്ചസാര ബറക്കത്തിൻ്റേത് പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി നേരെ ഏർവാടിയിലേക്കാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകം പറയാനുള്ളത്, ഈ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റേതായ എഫേർട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈക്ക് അതുപോലെ തന്നെ ഷെയർ മറ്റുള്ളവരിലേക്ക് വീഡിയോകളെല്ലാം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണേ.
കാരണം നമ്മൾ ഇതിൻ്റെ എടുക്കുന്ന ഈ ഒരു പരിശ്രമത്തിനെല്ലാം വിജയം മറ്റുള്ള ഒരുപാട് പേര് കാണുമ്പോഴാണ് നമുക്കും സന്തോഷമുള്ളൂ. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏർവാടിയിലേക്കുള്ള യാത്രയിൽ വഴിമധ്യേ വീണ്ടും നിർത്തി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചായ എല്ലാവർക്കും കുടിച്ചു. വേറെ തന്നെ ഒരു മനോഹരമായ ഒരു ഓർമ്മയാണ് ഇതെല്ലാം. കാരണം ബസ് ഇങ്ങനെ ഒരു ഇരുട്ടിൻ്റെ മറവിൽ അവിടെ നിർത്തുന്നു. അങ്ങനെ ആ ഒരു ബസ്സിൻ്റെ നിലാ വെളിച്ചത്തിൽ നമ്മൾ നേരെ ചായ കുടിക്കുന്നു. എല്ലാവരും ഇറങ്ങി വന്നു. ഉള്ളതെല്ലാം ഉണ്ടെല്ലാം ഉഷാറായി. ഏർവാടിയിലെത്തി രാത്രിയായി, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. വീണ്ടും കാണാം.